തിരുവമ്പാടിയിൽ കൊടിയേറ്റ് ചടങ്ങ് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. സംസ്ഥാനത്തെ മഹാപൂരം തൃശ്ശൂർ പൂരത്തിന് കൊടിയേറുന്നു. സ്മൃതി, തൃശ്ശൂർ പൂരത്തിന് തിരുവമ്പാടി ഭാഗത്തിൻ്റെ കൊടിയേറ്റ് ചടങ്ങ് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ദേശക്കാർ ചേർന്നാണ് ഇപ്പോൾ കൊടിയേറ്റ ചടങ്ങ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ആ കവുങ്ങിൽ പ്രത്യേകം തയ്യാറാക്കിയ ആലും അതുപോലെ ആലിലയും അതുപോലെ തന്നെ മാവിലയും ചേർത്ത് കെട്ടി പ്രത്യേക പൂജകൾക്ക് ശേഷമാണ് ഇപ്പോൾ കൊടിയേറ്റ ചടങ്ങ് നടന്നിരിക്കുന്നത്. കൊടിക്കൂറയും അതുപോലെ തന്നെ കൊടിമരവും ഭൂമി പൂജയും പൂർത്തിയാക്കിയ ശേഷം ഏറ്റവും ഭംഗിയാക്കി ഏറ്റവും സന്തോഷത്തോടു കൂടി തൃശ്ശൂർ പൂരത്തെ വരവേൽക്കാൻ തിരുവമ്പാടി ദേവസ്വം ഒരുങ്ങിയിരിക്കുന്നു. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂരിനെ സംബന്ധിച്ചോളം പൂരലഹരിയാണ്. പൂരപ്രേമികൾ സംബന്ധിച്ചിടത്തോളം വലിയ ലഹരിയിലേക്ക് കടക്കുന്നു. അതോടൊപ്പം തന്നെ ആനകളും മേളങ്ങളും കാഴ്ചകളും വർണ്ണങ്ങളും കൊണ്ട് ഏറ്റവും ഗംഭീരമായ കാഴ്ചയൊരുക്കാൻ തൃശ്ശൂർ പൂരം അതാ വരവായിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിന് വേണ്ടിയുള്ള പ്രധാന ഘടകക്ഷേത്രങ്ങളായ തിരുവമ്പാടി പാറമേക്കാവിൽ തിരുവമ്പാടിയിൽ ഇപ്പോൾ കൊടിയേറ്റ ചടങ്ങ് പൂർത്തീകരിച്ചിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. മന്ത്രിമാരുണ്ട്, MLA-മാരുണ്ട്, അതുപോലെ തന്നെ ദേശക്കാരുണ്ട്, അതുപോലെ തന്നെ ദേവസ്വം പ്രതിനിധികളുണ്ട്. അങ്ങനെ തൃശ്ശൂർ പൂരത്തെ സ്നേഹിക്കുന്ന, തൃശ്ശൂർ പൂരത്തിൽ പങ്കെടുക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ ആളുകളും ഈ ചടങ്ങിലും പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 11-നും 11:30-ക്കും ഇടയിലായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരിക്കുന്നത്. പക്ഷേ ചില പൂജകൾ അല്പം നീണ്ടുപോയതുകൊണ്ടാണ് 11:45 അടുക്കുന്നത്. ഇനി 12:30 പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങ് നടക്കുക. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. ദേശക്കാർ ചേർന്ന് കൊടി ഉയർത്തിയിരിക്കുന്നു. വലിയ ആവേശത്തോടുകൂടി തൃശ്ശൂർ പൂരത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ ആശങ്കകളും ഒഴിഞ്ഞ് തൃശ്ശൂർ പൂരത്തിന് സമ്പൂർണ്ണമായി വരവേൽക്കാൻ പൂരപ്രേമികളും തൃശ്ശൂർക്കാരും ദേശക്കാരും ഈ പൂരത്തെ സ്നേഹിക്കുന്ന ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലും ഉണ്ടെങ്കിലും തൃശ്ശൂർ പൂരത്തിന് എത്തിച്ചേരുമെന്ന് കഴിഞ്ഞ പതിറ്റാണ്ടുകളായുള്ള ഒരു പാരമ്പര്യം, ആ പാരമ്പര്യം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുന്നു. സ്മൃതി, തൃശ്ശൂർ പൂരത്തിന് കൊടിയേറിയിരിക്കുകയാണ്. തിരുവമ്പാടി പൂരമാണ് കൊടിയേറിയിരിക്കുന്നത്. പാറമേക്കാവിൽ അല്പസമയം കൂടി കഴിഞ്ഞിട്ടാണ് കൊടിയേറ്റ്. ഏതായാലും പൂരച്ചടങ്ങുകൾക്ക് ഇതോടുകൂടി തുടക്കമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ തവണയുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു പരാതിക്കും ഇട നൽകാത്ത വിധത്തിൽ പൂരമാകണമെന്ന് സംഘാടകർക്ക് നിർബന്ധമുണ്ട്. ആ നിലയ്ക്കുള്ള ഒരുക്കങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഘടകക്ഷേത്രങ്ങളിലും ഇന്ന് കൊടിയേറ്റുണ്ട്. ജേസൺ, എങ്ങനെയാണ് ആ ചടങ്ങുകളുടെ പ്രത്യേകത? ഇപ്പോൾ തിരുവമ്പാടിയുടെ കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഘടകക്ഷേത്രങ്ങളിലെ കൊടിയേറ്റത്തിന് തൊട്ടു പിന്നാലെയാണോ? തൃശ്ശൂർ പൂരത്തിൻ്റെ പ്രധാന പങ്കാളികൾ എന്ന് പറയുന്നത് 10 ക്ഷേത്രങ്ങളാണ്. 8 ഘടകക്ഷേത്രങ്ങളിലും കൊടിയേറ്റ ചടങ്ങ് ഇതിനകം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രധാന പങ്കാളി തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളാണ്. തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളുടെ നേതൃത്വത്തിലാണ്, ക്ഷേത്രങ്ങളുടെ നേതൃത്വത്തിലാണ് ഇലഞ്ഞിത്തറമേളവും അതുപോലെ തന്നെ മഠത്തിൽ വരവും കുടമാറ്റവും വെടിക്കെട്ടും ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻറ്റുകൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വമാണ്. ഇന്ന് രാവിലെ തന്നെ പ്രധാന പൂജകൾ ഇരു ക്ഷേത്രങ്ങളിൽ നടന്നിരുന്നു. അതിനുശേഷം ശീവേലിയും പ്രത്യേക കാഴ്ച ശീവേലിയും നടന്നു. തുടർന്നാണ് ഭൂമി പൂജ ആരംഭിക്കുന്നത്. ഭൂമി പൂജ ആരംഭിച്ച ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കൊടിമരം പൂജിക്കുന്നു. അതോടൊപ്പം തന്നെ കൊടിക്കൂറ പൂജിക്കുന്നു. കൊടിമരം മാവിൻ്റെയും അതുപോലെ തന്നെ ആലിൻ്റെയും ഇലകൾ കെട്ടി തുന്നി പ്രത്യേകം തയ്യാറാക്കുന്നു. ഈ പൂജകൾക്ക് ശേഷമാണ് ഇപ്പോൾ ദേശക്കാർ ചേർന്ന് കൊടി ഉയർത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഒരു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിൽ ദേശക്കാർ ചേർന്ന് കൊടി ഉയർത്തുന്ന സാധാരണ പതിവില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി തൃശ്ശൂർ പൂരത്തിൻ്റെ ആ ഖ്യാതി, ആ തൃശ്ശൂർ പൂരത്തിൻ്റെ ഐക്യം, തൃശ്ശൂർ പൂരത്തിൻ്റെ പെരുമ എന്ന് പറയുന്നത് ഒരു ഐക്യത്തോടു കൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളെയും എല്ലാ ജാതിമത വിഭാഗങ്ങളെയും ഒരു രീതിയിലുള്ള വിവേചനങ്ങളിലും ഇല്ലാതെ ഏവരെയും ഒന്നിപ്പിക്കുന്ന ഒന്നാണ് തൃശ്ശൂർ പൂരം. നമുക്ക് ആ തൃശ്ശൂർ പൂരനഗരിയിൽ പൂരത്തിൻ്റെ ദിനത്തിൽ പൂരനഗരിയിലേക്ക് ഇറങ്ങിയാൽ മനസ്സിലാകും, ഇവിടെ ഒരു വലിയ ജനസമുദ്രമാണ്. അവിടെ മറ്റൊരു രീതിയിലുള്ള വിവേചനങ്ങളില്ല. അത്തരത്തിൽ ഏറ്റവും ഐക്യത്തോടുകൂടി നടക്കുന്ന ഒരു പൂരം, എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ഒരു പൂരം, എല്ലാവിധ ചിന്തകളെയും എല്ലാവിധ ആശയങ്ങളെയും വടക്കുന്നാഥ ക്ഷേത്ര മൈതാനിയിലേക്ക് എത്തിക്കുന്ന ഒരു പൂരം. ആ
പൂരനഗരിയിലേക്ക് ആളുകൾ എത്തുമ്പോൾ പൂരം മാത്രമാണ് അവിടെ ചിന്ത, പൂരം മാത്രമാണ് അവരുടെ ആശ, പൂരം മാത്രമാണ് അവരുടെ കാഴ്ച, പൂരം മാത്രമാണ് അവരെ ഏവരെയും നയിക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൻ്റെ ഏറ്റവും വലിയ സന്ദേശം പകരുന്നതാണ് ദേശക്കാർ ചേർന്ന് പൂരത്തിന് കൊടി ഉയർത്തുക എന്നത്. ആ ദേശക്കാരുടെ ഐക്യം, ആ ഐക്യമാണ് ഇപ്പോൾ കാണുന്നത്. അല്പസമയത്തിനകം തന്നെ പാറമേക്കാവ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ ചടങ്ങ് ആരംഭിക്കും. ഇനി മെയ് 6-നാണ് തൃശ്ശൂർ പൂരം എന്നത്, മെയ് 4-നാണ് സാമ്പിൾ വെടിക്കെട്ട് അരങ്ങേറുക. ഇനിയുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത് തൃശ്ശൂർ നഗരം ഒരുപക്ഷെ വലിയ ഗതാഗത കുരുക്കിലേക്ക് കടക്കുന്ന ജനസമുദ്രം ഓരോ മണിക്കൂറിലും തൃശ്ശൂർ നഗരത്തിലേക്ക് ഒഴുകിയെത്തുന്ന ഒരു ദിനം കൂടിയാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് ഒരു പുതിയ ഏറ്റവും ആനപ്രേമികൾക്കും മേളപ്രേമികൾക്കും പൂരപ്രേമികൾക്കും സന്തോഷം നൽകുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നു. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ചെമ്പുക്കാവ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനായി എത്തുന്നു എന്നതാണ്. ഒരുപാട് ആനകൾക്ക് ഫാൻസുള്ള ആ രീതിയിൽ ഏറ്റവും അധികം ആളുകൾ ഈ വരും ദിവസങ്ങളിൽ ഇവിടേക്ക് എത്തിച്ചേരും. പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ കാണാൻ, അതുപോലെ തന്നെ ചമയ പ്രദർശനങ്ങൾ കാണാൻ, വെടിക്കെട്ടിൻ്റെ ഒരുക്കങ്ങൾ കാണാൻ, ക്ഷേത്രത്തിലെ അലങ്കാരങ്ങൾ കാണാൻ, പന്തലുകളുടെ അലങ്കാരങ്ങൾ കാണാൻ. ഇങ്ങനെ വരും മണിക്കൂറുകൾ എന്ന് പറയുന്നത് ഇനി മെയ് 6-ന് പുലർച്ചെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളിപ്പ് ആരംഭിക്കുന്നത് വരെ ഇനി തൃശ്ശൂർ നഗരത്തിലേക്ക് ആളുകളുടെ ഒരു ഒഴുക്കായിരിക്കും. പൂരലഹരിയിലേക്ക് നഗരം കടന്നു കഴിഞ്ഞിരിക്കുന്നു.